കർത്താവ് യേശു സ്നേഹിച്ചതുപോലെ ഈ ലോകത്തിൽ നമ്മൾ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. ആ സ്നേഹത്തിന് തുല്യം പറയാൻ വേറെ ആർക്കും കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് യേശു കടന്നു പോകേണ്ടതായി നാഴിക വന്നെന്ന് ബോധ്യമായപ്പോൾ യേശു അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്തിൽ തനിക്കുള്ളവർ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവർ സ്നേഹിച്ചു. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം അവസാനത്തോളം ഒരേപോലെ സ്നേഹിച്ചൊരു സ്നേഹം തന്നെയായിരുന്നു. എന്നാൽ തനിക്കുള്ളതിനെല്ലാം പിതാവ് തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നുള്ള ബോധ്യമകത്തുണ്ടായപ്പോൾ യേശു അവിടെ ചെയ്തൊരു കാര്യം, ശിഷ്യന്മാരുടെ ഇടയിൽ പോലും ആരാണ് വലിയവരെന്നുള്ള ചിന്ത ഉണ്ടായപ്പോൾ യേശു ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ വസ്ത്രം മാറ്റിവെച്ച് തുവർത്തുടുത്ത് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. യേശുവിന് അങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. യേശു ദൈവപുത്രനായിട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയല്ലേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത ഒരാളല്ലേ, ശിഷ്യന്മാരുടെ നേതാവല്ലേ, എത്ര പുരുഷാരം യേശുവിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നേതൃസ്ഥാനം കൊടുക്കുന്ന യേശു ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. പക്ഷെ അല്ല, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ ആ കാല് കഴുകുന്ന നിലവാരത്തിൽ യേശു താൻ ഇറങ്ങുകയാണ്. വേറെ ഒരു കാര്യം കൊണ്ടല്ല, തൻ്റെ അകത്ത് ബോധ്യമുണ്ട് താൻ ആരാണെന്നും താൻ എവിടെ നിന്നാണ് വന്നതെന്നും താൻ എവിടേക്ക് പോകുന്നു എന്നുള്ളതായ ബോധ്യം അകത്തുണ്ടായപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ദൃഷ്ടാന്ത കർത്താവ് വയ്ക്കുകയാണ്. യേശു കാണിച്ചൊരു മാതൃക പ്രകാരം എല്ലാവരും സ്നേഹിക്കാൻ, ആ പൊസിഷൻ്റെ ആ തലക്കനമൊന്നും ഇല്ലാതെ ആ സ്നേഹിക്കാനും കരുതാനും ശുശ്രൂഷിപ്പാനും കർത്താവ് നമ്മളെയും സഹായിക്കട്ടെ. ക്രിസ്തു ഭാവം നമ്മളിലും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു.